നമസ്കാരം. നയതന്ത്ര വേദികളിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വാക്പോരുകൾ പുതിയതല്ല എങ്കിലും ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കൗൺസിലിൻ്റെ 61ാമത് സമ്മേളനത്തിൽ ഇന്ത്യ നടത്തിയ പ്രതികരണം അതിൻ്റെ മൂർച്ച കൊണ്ടും തന്ത്രപരമായ സമീപനം കൊണ്ടും ഏറെ ശ്രദ്ധേയമായിരിക്കുന്നു. പാകിസ്ഥാൻ്റെ സാമ്പത്തിക തകർച്ചയും ജമ്മു കശ്മീരിലെ വികസന കുതിപ്പിനെയും തമ്മിൽ താരതമ്യം ചെയ്തുകൊണ്ട് ഇന്ത്യ നടത്തിയ പ്രസംഗം പാകിസ്ഥാൻ്റെ കശ്മീർ പ്രചാരണങ്ങളുടെ മുന ഒടിക്കുന്നതായിരുന്നു. കേവലം രാഷ്ട്രീയമായ മറുപടികൾക്കും അപ്പുറം കണക്കുകൾ നിരത്തി പാകിസ്ഥാൻ്റെ ആഭ്യന്തര പരാജയങ്ങളെ ആഗോള സമൂഹത്തിന് മുന്നിൽ തുറന്നുകാട്ടാനാണ് ഈ സമ്മേളനത്തിലൂടെ ഇന്ത്യ ശ്രമിച്ചത്. മറുപടി പറയാനുള്ള അവകാശം വിനിയോഗിച്ചുകൊണ്ട് ഇന്ത്യൻ പ്രതിനിധി അനുപമ സിംഗ് നടത്തിയ പ്രസംഗം പാകിസ്ഥാൻ്റെ കശ്മീർ നയത്തെ അസൂയയിൽ നിന്ന് ഉടലെടുത്ത കുപ്രചാരണം എന്നാണ് വിശേഷിപ്പിച്ചത്. ജമ്മു കശ്മീരിൻ്റെ വികസനത്തിനായി ഇന്ത്യ നീക്കിവച്ചിരിക്കുന്ന ബജറ്റ് പാകിസ്ഥാൻ അന്താരാഷ്ട്ര നാണയനിധിയിൽ നിന്ന് തേടിയ സാമ്പത്തിക സഹായത്തിൻ്റെ ഇരട്ടിയിലധികമാണെന്ന വെളിപ്പെടുത്തൽ സഭയെ ഒന്നടങ്കം അത്ഭുതപ്പെടുത്തി. സ്വന്തം രാജ്യം സാമ്പത്തികമായി തകർച്ചയുടെ വക്കിൽ നിൽക്കുമ്പോൾ ശ്രദ്ധ തിരിക്കാനായി കശ്മീർ വിഷയം ഉയർത്തിക്കൊണ്ടുവരുന്ന പാകിസ്ഥാൻ്റെ തന്ത്രം ഇനി വിജയിക്കില്ലെന്ന് ഇന്ത്യ വ്യക്തമാക്കി. കശ്മീരിലെ അടിസ്ഥാന സൗകര്യ വികസനവും ഭരണപരമായ നേട്ടങ്ങളും പാകിസ്ഥാൻ്റെ പരിതാപകരമായ സാമ്പത്തിക അവസ്ഥയുമായി താരതമ്യം ചെയ്തതിലൂടെ ഇന്ത്യ ശക്തമായ ഒരു സാമ്പത്തിക നയതന്ത്രമാണ് കാഴ്ചവെച്ചത്. ജമ്മു കശ്മീരിൻ്റെ പദവിയെക്കുറിച്ചുള്ള ഇന്ത്യയുടെ നിലപാട് ഒരിക്കൽ കൂടി അന്താരാഷ്ട്ര വേദിയിൽ ആവർത്തിക്കപ്പെട്ടു. കശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്നും 1947 ലയനം അന്താരാഷ്ട്ര നിയമമനുസരിച്ച് അന്തിമമാണെന്നും അനുപമ സിംഗ് വ്യക്തമാക്കി. ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മയായ OIC പാകിസ്ഥാൻ്റെ കുഴലൂത്തുകാരായി മാറിയെന്ന ആരോപണവും ഇന്ത്യ ഉന്നയിച്ചു. കശ്മീരിലെ വികസന നേട്ടങ്ങളെ പാകിസ്ഥാൻ തള്ളിക്കളയുന്നത് അവരുടെ മിഥ്യാധാരണ കൊണ്ടാണെന്നും ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമായ ചെനാ ബ്രിഡ്ജ് യാഥാർത്ഥ്യമല്ലെന്ന് പാകിസ്ഥാൻ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ അവർ മറ്റൊരു ലോകത്താണെന്നും ഇന്ത്യ പരിഹസിച്ചു. ജനാധിപത്യത്തെക്കുറിച്ച് പാകിസ്ഥാൻ നൽകുന്ന പാഠങ്ങൾ ഉൾക്കൊള്ളുവാൻ ഇന്ത്യ തയ്യാറല്ല എന്ന നിലപാടും ചർച്ചയായി. സിവിലിയൻ സർക്കാരുകൾക്ക് കാലാവധി പൂർത്തിയാക്കാൻ കഴിയാത്ത ഒരു രാജ്യം ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത് വൈരുദ്ധ്യമാണെന്ന് ഇന്ത്യ ചൂണ്ടിക്കാട്ടി. ജമ്മു കാശ്മീരിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ജനങ്ങൾ വൻതോതിൽ പങ്കെടുത്തത് ഭീകരവാദത്തെ തള്ളിക്കളഞ്ഞ് അവർ വികസനത്തിൻ്റെ പാത തിരഞ്ഞെടുത്തു എന്നതിൻ്റെ തെളിവാണെന്ന് ഇന്ത്യ സമർത്ഥിച്ചു. ഭീകരവാദം സ്പോൺസർ ചെയ്യുന്നതിലൂടെ മേഖലയെ അസ്ഥിരതപ്പെടുത്താനാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നതെന്നും എന്നാൽ കശ്മീർ സാമൂഹികമായും സാമ്പത്തികമായും മുന്നേറിക്കൊണ്ടിരിക്കുകയാണെന്നും ഇന്ത്യൻ പ്രതിനിധി പറഞ്ഞു. സ്വന്തം രാജ്യത്തെ ആഭ്യന്തര പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിന് പകരം അന്താരാഷ്ട്ര വേദികളിൽ കശ്മീർ പ്രശ്നം ഉയർത്തി നാടകം കളിക്കാനാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നതെന്ന് ഇന്ത്യ കുറ്റപ്പെടുത്തി. പാകിസ്ഥാൻ്റെ ഈ കാപട്യം ലോകം തിരിച്ചറിയുന്നുണ്ട് എന്നും ഇത്തരം പ്രകടനങ്ങൾ കൊണ്ട് ഇന്ത്യയുടെ വികസന വേഗതയെ തടയാനാകില്ലെന്നും പറഞ്ഞാണ് ഇന്ത്യ പ്രസംഗം അവസാനിപ്പിച്ചത്. വരാനിരിക്കുന്ന നയതന്ത്ര ചർച്ചകളിൽ ഇന്ത്യയുടെ പുതിയ വികസന അധിഷ്ഠിത പ്രതിരോധം പാകിസ്ഥാന് വലിയ വെല്ലുവിളിയാകുമെന്ന് ഉറപ്പാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV/AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.